നിന്റെ പേര് ടിവിയിൽ പറയുന്നത് കേട്ടു. റിപ്പോർട്ടർ ചാനൽ മുതലാളിമാർ ഈ നാടിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹത്തെക്കുറിച്ച് നിരവധി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അരുൺകുമാറിനെയും റിപ്പോർട്ടർ മുതലാളിമാരെയും ട്രോളാൻ മാത്രമേ ഇവിടെയുള്ളവർക്ക് സമയമുള്ളൂ. അത്രയും വലിയ അബദ്ധങ്ങളും തട്ടിപ്പുകളുമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്റെ ഫൽഗുണ നമ്മുടെ വല്യണ്ണൻ ഈ ഗതി വന്നല്ലോ. നിരപരാധികളെ മനുഷ്യരെ കുറിച്ച് വ്യാജ വാർത്തകൾ എഴുതുക എന്നതും CPIM എന്ന നാട് തിരസ്കരിച്ച രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കൊട്ടേഷൻ എടുത്ത് എന്ന് സംശയിക്കുന്ന തരത്തിൽ നാടിന്റെ നന്മയെ തല്ലിക്കെടുത്തുക എന്നതുമാണ് ഇവരുടെ മാധ്യമ പ്രവർത്തനം. സാർ, ഇത്രയും വലിയൊരു ശിക്ഷ എനിക്ക് തരണം. നിനക്ക് കരുതി വെച്ച ശിക്ഷയിൽ ഇത് എത്രയോ നിസ്സാരം. അതിനവരെ കുറ്റം പറയാൻ നമുക്ക് കഴിയില്ല. അനേകം തട്ടിപ്പ് കേസുകളിൽ പ്രതികളായ ചിലരുടെ സംരംഭമായി റിപ്പോർട്ടർ ചാനൽ മാറിക്കഴിയുമ്പോൾ പിന്നെ അവർക്കിതല്ലാതെ എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും? നമ്മളെ മയ്യത്തെടുക്കാൻ നേരായ നിങ്ങൾ കബഡി വരുത്തി വെച്ചൊന്ന് നോക്കി. സാധാരണക്കാരും മാധ്യമ പ്രവർത്തകരും പോലീസ് ഓഫീസർമാരും കോടതിയും രാഷ്ട്രീയ പ്രമുഖരുമൊക്കെ റിപ്പോർട്ടർ ചാനലിന്റെ ഇരകളാണ്. വ്യാജ ബലാത്സംഗ കേസുണ്ടാക്കി വാർത്ത കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചത് IPS ഉൾപ്പെടെയുള്ള പോലീസുകാരാണ്. മര്യാദയ്ക്ക് ഡ്യൂട്ടി ചെയ്ത് ഖജനാവിലെ പണം സംരക്ഷിക്കാൻ ശ്രമിച്ച ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർക്കെതിരെ കള്ളവാർത്തകൾ കൊടുത്ത് സസ്പെൻഷൻ വാങ്ങിക്കാൻ ശ്രമിച്ചത് റിപ്പോർട്ടർ ചാനലാണ്. നീ ഇപ്പൊ എന്തൊരു വഴി? ഒരു വഴിയുണ്ട്. നമ്മുടെ വീടിന്റെ മുമ്പ് കൂട്ടർ വഴിയില്ലേ, നിന്റെ പെട്ടിയും കിടക്കെ കൊടുത്ത് ആ വഴിക്ക് പോയിക്കോ. യവന്മാരാണ് അമ്മയും പെങ്ങളും തിരിച്ചറിയാത്ത ജനവും. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടർ ചാനലിനെതിരെ 100 കോടിയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നു. വ്യവസായിയായ കിറ്റക് സാബുവും റിപ്പോർട്ടർ ചാനലിലെ വ്യാജ വാർത്തയ്ക്കെതിരെ 100 കോടി ആവശ്യപ്പെട്ട് കോടതിയിൽ പോയിട്ടുണ്ട്. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. നിരപരാധികളെ മനുഷ്യർക്കെതിരെ കള്ളവാർത്തകൾ കൊടുക്കുകയും പൊതുപ്രവർത്തകരെ പോലും അപമാനിക്കുകയും റിപ്പോർട്ടർമാരെ വിട്ട് ഗുണ്ടകളെ പോലെ പെരുമാറുകയും ചെയ്യുന്നു. നിന്റെ വഴി അല്പം വളഞ്ഞുപോയി, നീ കാണിച്ച് വിവരക്കേടാ. എന്നാൽ ഏറ്റവും ഒടുവിൽ സന്തോഷത്തോടു കൂടി ഒരു വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്, ആദ്യമായി റിപ്പോർട്ടറിന് പണി കിട്ടുന്ന ലക്ഷണം കണ്ടു തുടങ്ങിയെന്നാണ്. അതും സാക്ഷാൽ മെസ്സിയുടെ പേരിൽ 126 കോടി രൂപയാണ് മെസ്സിയെ കൊണ്ടുവരുന്നു എന്ന കള്ളവാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ വിദേശത്തേക്ക് കൊണ്ടുപോയത്. അമേരിക്കയിലുള്ള ഒരു സ്വകാര്യ കമ്പനിയിലേക്കാണ് ഈ 126 കോടി രൂപ റിപ്പോർട്ടർ ചാനൽ മാറ്റിയത്. എന്നാൽ മെസ്സി ഇവിടെ എത്തിയില്ല. എന്നാൽ റിപ്പോർട്ടർ ചാനൽ കൈമാറിയ 126 കോടി രൂപ തിരിച്ച് അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. എന്ന് മാത്രമല്ല, 126 കോടി രൂപ വേണമെന്നാവശ്യപ്പെട്ട് റിപ്പോർട്ടർ ചാനൽ എന്തെങ്കിലും അപേക്ഷ കൊടുക്കുകയോ എന്തെങ്കിലും കേസ് കൊടുക്കുകയോ ചെയ്തതിനും തെളിവുകളില്ല. അതിൽ നിന്ന് തന്നെ മെസ്സിയുടെ പേര് പറഞ്ഞുകൊണ്ട് 126 കോടി രൂപ വിദേശത്തേക്ക് നിയമവിരുദ്ധമായി കൈമാറിയിരിക്കുന്നു എന്ന നിഗമനത്തിൽ എത്തേണ്ട സാഹചര്യമുണ്ട്. ഈ 126 കോടി രൂപയ്ക്ക് 12 കോടി രൂപ അവർ GST അടയ്ക്കണമായിരുന്നു. ഈ 12 കോടി രൂപ അവർ GST അടച്ചിട്ടില്ല. ഏത് ഗുളിയം കയറിയ സമയത്താണോ ഞാൻ ഈ സിനിമ എടുത്ത് തലവെച്ചത്? VD സതീശൻ ഗൗരവത്തോടെ ഈ വിഷയമെടുക്കുകയും നിയമപരമായി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. പേപ്പറിലും ടിവിയിലും കൂടി വരുമ്പോഴത്തേക്ക് ഉള്ളപാനം മാസ്കോടെ കാമ കൊണ്ടുപോകുമല്ലോ. 12 കോടി രൂപ GST അടച്ചില്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനും ഇത് ഈടാക്കാനുമുള്ള അവകാശം GSTക്കുണ്ട്. സംസ്ഥാന സർക്കാർ അതീവ ഗൗരവത്തോടെ വിഷയത്തിൽ ഇടപെടുന്നു. നീ പറഞ്ഞിട്ടല്ലേ 25,000 രൂപ ചക്കച്ചോള പോലെ എണ്ണിയാൻ ഇവിടെ കുഴിച്ചിട്ട്. ചൊളയും പോയി രൂപയും പോയി. രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി തലയൂരാൻ വേണ്ടി റിപ്പോർട്ടർ ചാനൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നടക്കുന്ന ലക്ഷണമില്ല. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഒരുത്തിനെയും ഞങ്ങൾ വെറുതെ വിടില്ല. റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസിലും മുതലാളിമാരുടെ വസതികളിലുമൊക്കെ റെയ്ഡ് നടത്തണം എന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഓഫീസിൽ കയറി എന്നത് പേരുദോഷമാകുമോ എന്ന് ഭയന്ന് സർക്കാർ അനുമതി കൊടുക്കുന്നില്ല. പക്ഷെ 12 കോടി അഴിമതി നടത്തിയ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. കൊയ്തവരാണെങ്കിലും ആ നെല്ല് നമുക്കുള്ളതാണ്.